വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെടുത്തു, ഇവനെടുത്തു, എനിക്കിത്ര കിട്ടി, ഇവൻ അത്ര കൊടുത്തു എന്ന് പറയുന്നത് പോലെ BJP-ക്കകത്ത് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രനിൽ നിന്ന് തുടങ്ങി സുരേഷ് ഗോപിയിൽ അവസാനിച്ചു എന്ന് കരുതിയപ്പോൾ ഇല്ല. സുരേഷ് ഗോപിയിൽ മാത്രമല്ല, കഴക്കൂട്ടം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനിലേക്കും കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പോകണമെന്നുള്ളതാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ആവശ്യപ്പെടുന്നത്. അതായത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും വളരെ വ്യക്തമായ രീതിയിൽ അന്വേഷിക്കണമെന്നും ആ ഇടപാടുകളിൽ കൃത്യമായി പരിശോധന നടത്തിക്കഴിഞ്ഞാൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്നുള്ളത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്കും കോടികളുടെ കുഴൽപ്പണം എത്തി എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം. അതായത് ശോഭാ സുരേന്ദ്രനും ഒരു A ക്ലാസ് മണ്ഡലത്തിൽ തന്നെയായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രന് ജയസാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു BJP-ക്കകത്തെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് 2 കോടി മുതൽ 5 കോടി വരെയുള്ള കുഴൽപ്പണം എത്തിക്കണം എന്നുള്ളത് BJP-യുടെ ഒരു തീരുമാനമായിരുന്നു. അതിന്റെ ഭാഗമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനും ഈ കോടികൾ എത്തിക്കാണേണ്ടതുണ്ട്. അതിനാൽ തന്നെ ശോഭാ സുരേന്ദ്രന്റെയും വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം കൊടകര കുഴൽപ്പണ കേസ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ മൂവ്മെന്റ് പറയുന്നത്. അതായത് ദേശീയ നേതൃത്വം പോലും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. അമിത്ഷാ BJP-യുടെ രാഷ്ട്രീയ ചാണക്യനാണ്. അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. ആ അമിത്ഷയെ പോലും പറ്റിക്കാൻ കേരളത്തിലെ BJP നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമല്ലേ? തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അയച്ച, നമ്മുടെ കണ്ണിൽ അത് വളരെ വ്യക്തമായി കുഴൽപ്പണം തന്നെയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലേക്ക് എത്തിയ കുഴൽപ്പണത്തിൽ അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നീക്കിവെക്കാതെ അതിന്റെ ഒരു വലിയ ഭാഗം തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അതാരും അറിയാതെ മൂടിവെക്കാനും ശ്രമിച്ച ഇവരുടെ നാടകം കണ്ടിട്ട് ചിലപ്പോൾ അമിത്ഷയും മോദിയും തലയിൽ കൈവച്ചു കാണാം. എന്തായാലും ശോഭ പെടുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത്. ശോഭാ സുരേന്ദ്രനെയും ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പല രീതിയിലുമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഇടപാടുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട പല ആളുകളും രംഗത്ത് വരുമ്പോൾ BJP-യുടെ റാണിക്കിനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.